ഒരു കുട്ടിയോട് ഒരിക്കൽ സങ്കീർത്തനം ഒന്ന് കാണാതെ പറയാൻ പറഞ്ഞപ്പോൾ സ്റ്റേജിൽ വന്നിച്ച് അവിടുന്ന് ലോഡ് ഈസ് മൈ ഷെപ്പേർഡ്, പിന്നെ ഓർമ്മ വന്നില്ല. എന്നിട്ട് പറഞ്ഞു ദാറ്റ്സ് ഓൾ ഐ വാണ്ട് എന്ന് പറഞ്ഞ് ചെയ്തു. ശരിയല്ലേ? ലോകത്തിലെ മനുഷ്യർ ദൈവത്തെക്കുറിച്ച് വിവിധങ്ങളായ സങ്കല്പങ്ങളും ചിന്തകളും ഒക്കെ വെച്ച് പുലർത്തുമ്പോൾ ദൈവം ആരാണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് വ്യക്തിപരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ആണ് സംഗതി നമ്മൾ വായിക്കുന്നുണ്ട് 95:7. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. ഒന്ന് ഓർത്ത് നോക്കിയാൽ കർത്താവിൻ്റെ കരങ്ങളിലെ ആടുകളെന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് ഇങ്ങനെ വായിക്കുകയായിരുന്നു. പലതരത്തിലുള്ള ചിന്താഗതികളുണ്ട്. ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് പലരും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ദൈവവേദമായി കഴിയുമ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരു ചിന്താഗതി ഇങ്ങനെയാണ്. വാനരൻ എന്ന് പറഞ്ഞറിയാം. വാനരൻ എന്ന് പറഞ്ഞാൽ ആരാ? കുരങ്ങൻ, വാനരൻ, മങ്കി. ചില പറഞ്ഞ് ഈ മങ്കി അതിൻ്റെ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന കണ്ടുണ്ട്. എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്? കയ്യിലങ്ങ് പിടിച്ചിട്ടില്ല. ഈ മങ്കിയുടെ കുഞ്ഞ്, വാനരൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യും? ആ അമ്മയെ അള്ളി പിടിച്ച് ഇരിക്കും. അത് താഴെ പോയാൽ പോയി. ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വമാണ് അമ്മയെ അള്ളി പിടിച്ചിരിക്കുക. ചിലർ പറയാറുണ്ട് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ പ്രവർത്തി എവറിഥിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ എഫേർട്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെയാണ്, അതിൻ്റെ ബേസിലായിരിക്കും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നതെന്ന് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ചിലർ പറഞ്ഞ അതല്ല, ഈ മാർജാരൻ എന്ന് പറഞ്ഞാൽ അറിയാം ആരാന്ന്? പൂച്ച, തള്ളപ്പൂച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് കണ്ടുണ്ടോ? അത് കടിച്ചെടുത്തോണ്ടാണ് പോകുന്നത്. കുഞ്ഞിനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോളെ അങ്ങോട്ട് പോകുമെന്ന് പറയത്തില്ല, കടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്ന് വെക്കും. ഇതിൻ്റെ അർത്ഥം അവർ പറയുന്നത് ദൈവം അങ്ങനെയാണ്. ചിലർ പറയുന്നു കുരങ്ങ് കുഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ അള്ളി പിടിച്ചിരിക്കുന്നതിൽ ഇരിക്കണം. ചിലർ പറയുന്നു ഇത് സർവ്വതും ചെയ്യുന്ന അമ്മയാണ്, അതായത് ദൈവമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ട്. നമ്മുടെ പ്രവൃത്തികളൊന്നും അവിടെ ബാധകമല്ല, നമ്മുടെ ആ വില്ലൊന്നും അവിടെ അപ്ലൈ ചെയ്യുന്നില്ല, എല്ലാം ദൈവമാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതിൻ്റെ ഒരു ഹൈപ്പർ ലെവലാണ് ഈ ഹൈപ്പർ ഗ്രേസ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട, ദൈവം എല്ലാം ചെയ്തോളും എന്ന് പറയുന്നത്. ചിലർ പറയുന്നുണ്ട് ഈ തള്ളക്കോഴിയെ കുഞ്ഞിനെ പരിപാലിക്കുന്നവനാണ് ദൈവം പരിപാലിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് വാണിംഗ് തരും. നമുക്കറിയാം കോഴിക്കുഞ്ഞുങ്ങളെ തള്ളക്കോഴി പരിപാലിക്കുന്നത് എപ്പോഴെങ്കിലും ഒരു പരുന്തോ ഒരു കാക്കയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സൗണ്ട് ഈ തള്ളക്കോഴി പുറപ്പെടുവിക്കും. അത് കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടി വന്ന് തള്ളയുടെ ചിറകിൽ. അങ്ങനെയാണ് ദൈവം കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് എന്നും ചിന്താഗതികളുണ്ട്. ഇതെല്ലാം ഓരോ അർത്ഥത്തിൽ ശരിയാണെങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നു ദൈവം എങ്ങനെയാണ്? അവൻ നമ്മുടെ ഇടയനും നാം അവൻ്റെ കൈക്കലെ ആടുകളുമാണ്. കർത്താവ് പറഞ്ഞ ഉപമ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. 100 ആടുള്ള മനുഷ്യൻ ഒന്ന് കാണാതെ പോയപ്പോൾ അതിൻ്റെ പിന്നാലെ അവൻ പോയി 99 വിട്ടിട്ട് കാണാതെ പോയ ഒരാടിനെ കണ്ടു കിട്ടും വരെ അന്വേഷിച്ചു. മലകൾ കയറി, കാടുകൾ കയറി, കുന്നുകൾ കയറി, ആ കാണാതെ പോയതിനെ കണ്ടു കിട്ടിയപ്പോൾ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? നമ്മൾ വായിക്കുന്നത്, കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് തോളിലേറ്റിക്കൊണ്ടുവരുന്ന ഒരു നല്ല ഇടയൻ. ആ ഒരു നല്ല ഇടയനെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അമേസിങ് ലവ്. ഇത്ര ശ്രേഷ്ഠമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്. ഒരു ഇടയൻ്റെ തോളിലിരിക്കുന്ന ഒരാട്ടിൻകുട്ടിയെപ്പോലെ ഓരോ ദൈവപൈതലും ആയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, നമ്മളത് വിശ്വസിക്കുന്നെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. 4 തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഈ 23-ാം സംഘത്തിൽ പറഞ്ഞത് ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്പർ 1 ഈസ് സാറ്റിസ്ഫൈയിങ് ലവ്. നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവസ്നേഹം. അതാണ് നമ്മൾ വായിക്കുന്നത്, ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. യഹോവ എൻ്റെ ഇടയനാകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം അറിഞ്ഞ് നന്നായി തൻ്റെ ഹിതപ്രകാരം ചെയ്തു തരുന്ന ഒരു ദൈവമാണ് എൻ്റെ ഇടയൻ എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് എവ്രിതിങ് വി നീഡ്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ചോദിക്കുന്നതെല്ലാമല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരുവാൻ വിശ്വസ്തനായൊരു നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ വായിക്കുന്നത്, അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തിലേക്ക് എന്നെ നടത്തുന്നു. റെസ്റ്റ്, പീസ്, കംഫർട്ട്, റിന്യൂവൽ, ഇതെല്ലാം നൽകി തരുന്നതാണ്
നമ്മുടെ നല്ല ഇടയൻ. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട് ഫിലിപ്പി ലേഖനത്തിൽ 4:19, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ തീർത്തു തരും. എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ്. സംതൃപ്തിയോടുകൂടിയുള്ളൊരു ജീവിതം ഒരു ദൈവവേദന ചെയ്യുവാൻ കഴിയും. കാര്യം സർവശക്തനായ കർത്താവ് നമ്മളുടെ ഇടയനാണ് എന്നത് നമ്മൾ ഓർക്കണം. പൗലോസ് പറയുന്നുണ്ട് അലംഭാവം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തി വലുതായ ആദായമാകുന്നു. സംതൃപ്തി ഇന്ന് മനുഷ്യർക്ക് ഇല്ലാത്തത് അതാണ്. എന്തെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരുപാട് പണവും ധനവും ഉയർച്ചയും നമ്മൾ ആഗ്രഹിക്കുന്ന വെൽത്ത് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഹാപ്പിയാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകൾ സന്തോഷത്തോടെ ജീവിക്കേണ്ടതായിരുന്നു. ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പാട്ട് പാടിക്കൊണ്ട് ഭാര്യയും ഭർത്താവോടെ പാട്ട വണ്ടിക്കകത്ത് പോയാലും അല്ലേ, കാറ് പാട്ട വണ്ടിയായിരിക്കും, പക്ഷേ അല്ലെങ്കിൽ ബൈക്കായിരിക്കും, രണ്ടുപേരും സന്തോഷത്തോടെ പോകുന്നത് ഒരു വശത്ത്, 1.5 കോടി രൂപയുടെ ഓടി വണ്ടി അല്ലെങ്കിൽ BMW അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് ഒരു സന്തോഷമില്ലാതെ പോകുന്നത്. ഇതിലേതാ നല്ലത്? സംതൃപ്തിയോടല്ല, നമ്മൾ എന്ത് ഉണ്ടെന്നുള്ളതല്ല. പൗലോസ് പറഞ്ഞതുപോലെ ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. I have learned in whatsoever state I am there to be content. I have learned to be content in all situations. അതാണ് യഹോവ ഇടയനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. വീണ്ടും പറഞ്ഞ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ഈ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയാണെങ്കിൽ ഒരു സംതൃപ്തി വേണം. ദൈവമേ താങ്ക് യു, എനിക്കറിയത്തില്ല, എൻ്റെ പദ്ധതിയല്ല, നിനക്ക് ഒരു പദ്ധതിയുണ്ട്. കർത്താവ് പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികളെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് അത്ര. നല്ല ഇടയനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. രണ്ടാമത് നമ്മളവിടെ കാണുന്നുണ്ട്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. സാൽവേജിങ് അല്ലെങ്കിൽ റീസ്റ്റോറിങ് ലവ്. ഇംഗ്ലീഷിൽ വായിക്കുന്നതാണ് ഹി റീസ്റ്റോഴ്സ് മൈ സോൾ ആൻഡ് ലീഡ്സ് മീ ഇൻ ഹിസ് വേസ്. പ്രാണനെ വീണ്ടെടുക്കുക, റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? മുമ്പേ ഇത് പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് സ്ഥാനം തെറ്റി, ഇത് ഓർഡർ തെറ്റി പോയ ഒരു ഹൃദയത്തെ, മനസ്സിനെ, ഒരു ആത്മാവിനെ റീസ്റ്റോർ ചെയ്യുന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. ആ നല്ല ഇടയൻ ചെയ്യുന്ന കർത്താവ് പറഞ്ഞു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. പാപത്താൽ കുറ്റബോധത്താൽ ജീവിതം നശിച്ചു പോകേണ്ടിയ നമ്മുടെ ഓരോരുത്തരുടെയും ആ പ്രാണനെ വീണ്ടെടുത്തത്, റീസ്റ്റോർ ചെയ്തതാണ് നമ്മുടെ കർത്താവ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ആ ഒരു ഇടയനുമായിട്ടുള്ള അങ്ങനെ ഒരു ബന്ധം വന്നിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ നിശ്ചയമായിട്ടും കർത്താവിലേക്ക് മടങ്ങി വരണം. മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ സാക്ഷ്യത്തിലൊക്കെ കേട്ടു, ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, മുറിവുകൾ, ഹൃദയത്തിലെ വേദനകൾ, ആരോടും പറയാൻ കഴിയാത്ത വേദനകളെല്ലാം ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും കർത്താവിൻ്റെ വചനം പറഞ്ഞു, അവിടുന്ന് ആ നല്ല ഇടയൻ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു, ആ റീസ്റ്റോർ ചെയ്യും. നഷ്ടപ്പെട്ടു പോവും, ആരാൽ ഉപേക്ഷിക്കപ്പെടും, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന ഹൃദയത്തോടു കൂടി വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ പ്രാണനെ റീസ്റ്റോർ ചെയ്യുവാൻ, തണുപ്പിക്കുവാൻ മതിയായ ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ നല്ല ഇടയനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, ഹി റീസ്റ്റോഴ്സ് അവർ സോൾ. മൂന്നാമത് നമ്മൾ വായിക്കുന്നുണ്ട് ഈ സേഫ് ഗാർഡിങ് ലവ്, നമ്മളെ സുരക്ഷിതമാക്കുന്ന ആ സ്നേഹം. 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കൂരിരുൾ താഴ്വരയിലൂടെ, ഇംഗ്ലീഷിൽ പറയുന്നതാണ് the valley of shadow of death, I fear no evil because you are with me. ജീവിതയാത്രയിൽ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന കറൻറ്റ് സമയത്തൊക്കെ വിവിധങ്ങളായ വാലീസ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. താഴ്വരയുടെ അനുഭവങ്ങൾ, ഭയത്തിൻ്റെ അവസരങ്ങൾ, എന്ത് ചെയ്യാൻ എന്നുള്ള കൺഫ്യൂഷൻ്റെ അവസ്ഥകൾ, അതിലൂടെയൊക്കെ പോകുമ്പോഴും ദൈവദാസൻ പറയുകയാണ്, അതിലൂടെയൊക്കെ ഞാൻ പോകുമ്പോഴും ഞാൻ ഭയപ്പെടുകയില്ല. കാര്യം എന്താ? നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ഈ മൗണ്ടൻ കയറുന്നവർക്കറിയാം, ഒരു മൗണ്ടൻ വലുതാണെങ്കിൽ അതിലും വലിയൊരു മൗണ്ടനിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുന്ന് ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല, അവർ വീണ്ടും താഴേക്ക് ഇറങ്ങി വരണം, അല്ലേ? ഇതാണ് മൗണ്ടൻസ് ആൻഡ് വാലി എക്സ്പീരിയൻസസ് ഇൻ അവർ ലൈഫ്, അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ അവർ ലൈഫ്. ഈ
താഴ്വരയിലേക്ക് വരും. എപ്പോഴും മൗണ്ടൻ്റെ മണ്ടയ്ക്ക് ഇരിക്കാനാണ് നമുക്ക് സന്തോഷം. എന്നാൽ ദൈവം അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൽ ആ താഴ്വര അനുഭവത്തിലേക്ക് കൊണ്ടുവരും. അന്നേരം നമ്മൾ ഓർക്കുക, ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, ഇടയനായ സ്നേഹനിധിയായ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പാണ് നമുക്കുണ്ടാകേണ്ടത്. വീണ്ടും നമ്മൾ വായിക്കുന്നത്, എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. He prepares a table before the presence of my enemies. ഇതിൻ്റെ അർത്ഥം എന്താ? God provides abundance grace when we are surrounded by lots of challenges. ഒരുപാട് പ്രശ്നങ്ങൾ, ചലഞ്ചസ്, വെല്ലുവിളികൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഓർക്കുക, അതിന് നടുവിൽ ആ അനവധിയായ ദൈവകൃപ നമ്മുടെ മേൽ പകരുന്നതാണ് നമ്മുടെ കർത്താവ്. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണത് പറയുന്നത്, അല്ലേ? തൻ്റെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യാനായി വന്നപ്പോൾ ദാവീദ് എന്നൊരു മോനെ പോലും ആ വീട്ടുകാർ ഓർക്കുന്നില്ല. മക്കളെ എല്ലാം പേര് പറഞ്ഞിട്ടും ഒരുത്തിൻ്റെ കാര്യം മറന്നുപോയി. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഒരു പക്ഷേ നമ്മൾ കടന്നു പോകുന്നുണ്ടായിരിക്കുക. എന്നാൽ ഓർക്കുക, വലിയവനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ തക്ക സമയത്ത് ദൈവപ്രവൃത്തി കാണുവാൻ കൊണ്ട് നമുക്ക് സാധിക്കും. പൗലോസിൻ്റെ ഒരു അനുഭവം 2 തീമോഥെയോസ് 4:16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 2 തീമോഥെയോസ് chapter 4 verse 16. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. തുടർന്നുള്ള വാക്യം, കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. എല്ലാവരും എന്നെ കൈവിട്ടു, ആരും എനിക്ക് തുണ. താൻ പലരും പ്രതീക്ഷിച്ചു ജീവിതത്തിൽ ഇന്ന വ്യക്തികളൊക്കെ വന്ന് എന്നെ ഒന്ന് സഹായിക്കും, എൻ്റെ ഈ വേദനയുടെ സമയത്ത് അവരൊക്കെ എന്നോട് കൂട്ട് കാണും. പൗലോസ് പറഞ്ഞു, ആരും എന്നോട് കൂടെ ഇല്ലായിരുന്നു, എല്ലാവരും എന്നെ കൈവിട്ടു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്നെ നോക്കിക്കോളും, അല്ലേ? എൻ്റെ ഭർത്താവ് നോക്കും, ഭാര്യ നോക്കും. ഇങ്ങനെയൊക്കെയുള്ള എക്സ്പെക്റ്റേഷൻ കൊണ്ട് നടക്കുന്നത് നല്ലതാണ്, പക്ഷെ നടക്കണമെന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർത്തു, കർത്താവോ എനിക്ക് തുണ തന്നു, പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. തൻ്റെ മിടുക്കല്ല, തൻ്റെ കഴിവല്ല, തൻ്റെ എക്സ്പീരിയൻസ് അല്ല, വലിയവനായ ദൈവം എനിക്ക് തുണ നിന്നു എന്നുള്ളൊരു ഉറപ്പ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ പോകണമെന്നില്ല. നമ്മൾ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നവർ നമ്മുടെ കൂടെ കാണണമെന്നുമില്ല. എന്നാൽ വലിയവനായൊരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ആരെല്ലാം നമ്മൾ ഉപേക്ഷിച്ചാലും, നമ്മൾ പ്രതീക്ഷിച്ച പലരും നമ്മളെ ആ സ്ഥാനത്ത് കാണാതിരുന്നാലും, നല്ല ഇടയനായ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം പറയുന്നു, Psalms 46:1 എന്താ നമ്മൾ വായിക്കുന്നത്? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി. എ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. ഒരു പക്ഷേ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ സമയം തന്നാൽ നിങ്ങൾക്ക് അനേകർക്ക് പറയാനുണ്ട്. ജീവിതത്തിൽ എല്ലാവരും തള്ളിക്കളഞ്ഞ അവസരത്തിൽ, ആരും തുണയില്ലായിരുന്ന സമയത്ത് വലിയവനായ ദൈവം കഷ്ടങ്ങളിൽ എനിക്ക് ഏറ്റവും അടുത്ത തുണയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ദൈവമക്കളെ. കൂരിരുൾ താഴ്വരയിലൂടെ, പ്രതിസന്ധിയിലൂടെ, ചലഞ്ചസിൻ്റെ നടുവിലൂടെ നമ്മൾ പോകേണ്ടി വന്നാലും ആ നല്ല ഇടയൻ, നമ്മളെ സ്നേഹിക്കുന്ന, ജീവൻ നമ്മളെ വീണ്ടെടുത്ത കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യം നമ്മൾ മറന്നു പോകരുത്. ലെമൻറ്റേഷൻസ് നമ്മളിങ്ങനെ വായിക്കുന്നു, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം, നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ദൈവം നമുക്കൊരു വയസ്സും കൂടെ, ഒരു വർഷം കൂടെ കൂട്ടിത്തരുന്നെങ്കിൽ പുറകോട്ട് നോക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയണം. കർത്താവേ, ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് നിൻ്റെ ദയയാണ്. അതെങ്ങനെയാണ് ആ ദയയെക്കുറിച്ച് പറയുന്നത്? ഹിസ് മേഴ്സി ന്യൂ എവ്രി മോർണിംഗ് ആൻഡ് ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾ. അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ദൈവമക്കളെ, ഓർക്കുക, യായിറോസിനോട് കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഡു നോട്ട് ബി അഫ്രൈഡ്, ഓൺലി ബിലീവ്. അവിശ്വസിക്കരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടരുത്.
ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയാണ്, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ മറ്റാർക്കും അറിയാത്ത അവസ്ഥയാണെങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എല്ലാ സമയത്തും നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞൊരു കർത്താവ് നമ്മളുടെ അടുക്കലുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. നാലാമത്തെ നമ്മൾ ഒടുവിൽ കാണുന്ന വാക്യം, 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? Psalms 23 verse 6. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ. സ്റ്റെഡ് ഫാസ്റ്റ് ലവ്. ഇതുവരെ നമ്മൾ പറഞ്ഞ സ്നേഹങ്ങളൊക്കെ കൊണ്ട് മാത്രം തീരുന്നില്ല. ഇംഗ്ലീഷിൽ വായിക്കുന്നത്, ഐ വിൽ ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് ഫോർ എവർ. എവിടെ ഈ നിത്യകാലം വസിക്കാൻ പറ്റുന്ന ഈ ഭൂമിയിലാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ 60, 70, 80, 90, 100 വയസ്സൊന്നും ആകുന്നത് അല്ല ദീർഘകാലം എന്ന് പറയുന്നത്. ഫോർ എവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ ഉറപ്പുണ്ട്, ഒരു വലിയ വാഗ്ദത്തമുണ്ട്. ഈ ഇടയൻ ഈ ഭൂമിയിൽ നമ്മളെ പരിചരിച്ച് നടത്തുക മാത്രമല്ല, ഒരു നിത്യ ജീവിതം കർത്താവിനോട് കൂടെയുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെ ഓരോ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാശ, ഈ ഭൂമിയിലെ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ നേടാനും ആഗ്രഹിക്കാനും പിള്ളേരുടെ ഔന്നത്യത്തിനൊക്കെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്, ടെമ്പറലാണ് നമ്മൾ ഓർക്കണം. എന്നാൽ നിത്യകാലം വസിക്കുവാൻ തക്കവണ്ണം ഒരു എറ്റേണൽ ലൈഫ് നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇത്ര നല്ല ഒരു ഇടയനെക്കുറിച്ച് നമ്മൾ കേൾക്കുവാൻ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമുക്ക് സംതൃപ്തി തരുന്ന ദൈവം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവം, നമ്മളെ റീസ്റ്റോർ ചെയ്യുന്ന ദൈവം, നമ്മളെ പുനഃസ്ഥാപിക്കുന്ന ദൈവം, നിത്യകാലം വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്ന, വാഗ്ദത്തം തന്നിരിക്കുന്ന ദൈവം, ആ കർത്താവിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും.